ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് ഈഫ് എൽസ് ഇഫ് ലാഡറാണ്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്തുള്ള ഓരോന്നും ടൈപ്പ് എന്താണ്, അതിൻ്റെ സിൻറ്റാക്സ് എന്താണ്, പിന്നെ അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ എക്സാമ്പിളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്കതിനകത്തുള്ള ഒരു ടൈപ്പാണ് ഈഫ് എൽസ് ഈഫ് ലാഡർ എന്നുള്ള ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അതെന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ സിൻറ്റാക്സ്, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ വരുന്നത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഈ C#നകത്തുള്ള ഈഫ് എൽസ് ഈഫ് ലാഡർ എന്ന് പറയുന്നത് ഒരുപാട് കണ്ടീഷൻസും അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ഉള്ള ഒരു ടൈപ്പ് കോൺസെപ്റ്റാണ്. പക്ഷേ ആ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് നിന്നും ഒരു കണ്ടീഷൻ മാത്രമേ ട്രൂ ആവുള്ളൂ. ആ ഒരു കണ്ടീഷൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, അതിനൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ഇതിനകത്ത് ഉണ്ടായിരിക്കുമെങ്കിലും അതിനകത്ത് ഒറ്റ കണ്ടീഷനെ ട്രൂ ആവുള്ളൂ. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തുള്ള ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാനും കഴിയുള്ളൂ. നിങ്ങൾക്ക് ആ എക്സാമ്പിൾ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ സിൻറ്റാക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് സിൻറ്റാക്സ് വരുന്നത്? ഈഫ് കണ്ടീഷൻ 1, ഒരുപാട് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടീഷൻ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുക്കാം. കണ്ടീഷൻ 1 എന്നിട്ട് കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് കണ്ടീഷൻ 1 ഈസ് ട്രൂ. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡാണ് അവിടെ വരുന്നത്. എൽസ് ഈഫ് അല്ലെങ്കിൽ എന്താണ്, കണ്ടീഷൻ 2 ആയിരിക്കും. അതാണെങ്കിൽ കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് കണ്ടീഷൻ 2 ഈസ് ട്രൂ. അതല്ല, ഇനി അതും അല്ലെങ്കിൽ കണ്ടീഷൻ 3 ആയിരിക്കാം ട്രൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോഡ് എന്താണെന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ആവും. അങ്ങനെ എത്രയും വേണമെങ്കിൽ നമുക്ക് ഓരോ ടൈപ്പ് പ്രോഗ്രാമിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫൈനലി നമ്മൾ എന്ത് കൊടുക്കും, അങ്ങനെ കണ്ടീഷൻ n വരെ നമുക്ക് കൊടുക്കാം. ഏത് വരെ വേണമെങ്കിലും നമ്മളുടെ ടൈപ്പ് പ്രോഗ്രാമിനനുസരിച്ച് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ഒരു എൽസ് പാർട്ട് കൊടുക്കും, കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് ഓൾ ദ കണ്ടീഷൻസ് ആർ ഫാൾസ്, അങ്ങനെ കൊടുക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ സിൻറ്റാക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നമ്മൾ സിൻറ്റാക്സിൽ കണ്ടീഷൻ 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ ഓരോ കണ്ടീഷനും കൊടുക്കും, അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് കോഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഏതാണോ ട്രൂ അതിൻ്റെ കോഡ് എക്സിക്യൂട്ട് ആവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ എൽസ് പാർട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടീഷൻസൊക്കെ ഫാൾസ് ആണെങ്കിൽ ഇന്നത് എന്നുള്ള രീതിയിലും കൊടുക്കാം. ഇതാണ് എൽസ് ഈഫ് ലാഡറിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇതിനകത്ത് നടക്കുന്നത്? ആദ്യം കണ്ടീഷൻ 1 ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം കണ്ടീഷൻ 2 ഉണ്ട്, കണ്ടീഷൻ 3, കണ്ടീഷൻ n വരെയുണ്ട്. ഇത്രയും ആവാം. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ആവും, എന്നിട്ട് അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോരും. അതല്ലാതെ ഫാൾസ് ആണെങ്കിൽ മാത്രം കണ്ടീഷൻ 2 പോകും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, എക്സിറ്റ് അടിക്കും. ഇനി അതും ഫാൾസ് ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ് അതിലേക്ക് പോകും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും, എക്സിറ്റ് അടിക്കും. അങ്ങനെ ഏത് വരെ, കണ്ടീഷൻ n വരെ. കണ്ടീഷൻ n ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് n എക്സിക്യൂട്ട് ആവും, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് എക്സിറ്റ് അടിച്ച് നെക്സ്റ്റിലേക്ക് പോകും. അതും ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതായത് ഇതൊക്കെ ഫാൾസ് ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് അത് എക്സിക്യൂട്ട് ആവും. ഇങ്ങനെയാണ് എൽസ് ഈഫ് ലാഡറിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കതിൻ്റെ എക്സാമ്പിളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈസി ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവും. ഇതാണ് നമ്മളുടെ എക്സാമ്പിൾ. ഇവിടെ നമ്മൾ ഗ്രേഡ് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ, ഒരു യൂസറിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഗ്രേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഗ്രേഡ് ചെക്ക് ചെയ്യാമെന്നൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് ഇഫ് എക്സാമ്പിൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്യുമെൻറ്റ്സ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോസുകളിലൊക്കെ പറഞ്ഞ കോൺസെപ്റ്റുകളാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്ത കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കൺസോൾ റൈറ്റ് ലൈൻ എൻ്റർ എ നമ്പർ ടു ചെക്ക് ഗ്രേഡ്. അപ്പോൾ നമുക്കൊരു വാല്യൂ കൊടുക്കാം, അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് ചെക്ക് ചെയ്യുക. ഇൻഡിനം കൺവേർട്ട് ടു int32 കൺസോൾ റീഡ് ലൈൻ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും റീഡ് ചെയ്യാനുണ്ടെങ്കിൽ, സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ റീഡ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. അത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ, ന്യൂമറിക് വാല്യൂ ആണെങ്കിൽ കൺവേർട്ട് ടു int32 എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക എന്നൊക്കെ നമ്മൾ
പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇഫ് നം ലെസ് ദാൻ 0 ഓർ ഗ്രേറ്റർ ദാൻ 100 നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 0നേക്കാൾ കുറവാണെങ്കിൽ അല്ലെങ്കിൽ 100നേക്കാൾ മേലെയാണെങ്കിൽ എന്താണ് റിസൾട്ട് വരേണ്ടത്? റോങ് നമ്പർ. നമ്മൾ കൊടുത്ത നമ്പർ റോങ് ആണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 100 വരെ അല്ലേ വരിക. അപ്പോൾ മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 0 to 100 വരെയുള്ള ഒരു നമ്പറാണല്ലോ വരിക. അതുകൊണ്ടാണ് 100നേക്കാൾ മേലെയാണെങ്കിലും അല്ലെങ്കിൽ 0നേക്കാൾ താഴെയാണെങ്കിലും റോങ് നമ്പറാണ് എന്നുള്ള മെസ്സേജ് നമ്മൾ ഒരു കോമൺ സെൻസ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. എൽസ് ഇഫ് അതല്ല എങ്കിൽ നമ്പർ 0നേക്കാൾ അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ്, 50യേക്കാൾ കുറവാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റിസൾട്ട് കൊടുക്കേണ്ടത്? ഫെയിൽ. ഇവിടെ ഈ ഒരു ടൈപ്പ് പ്രോഗ്രാമിനകത്ത് നമ്മളവിടെ ഫെയിൽ എന്നുള്ള മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ 0 to 50 വരെയാണെങ്കിൽ ഫെയിലാണ്. അതാണ് നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുക. ഇനി അടുത്തതോ 50 to 60, അതായത് എൽസ് ഇഫ് നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആൻഡ് നം ലെസ് ദാൻ 60 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എന്താണ് 15 60 ഇടയിലാണെങ്കിൽ ഡി ഗ്രേഡ് എന്നുള്ള റിസൾട്ടാണ് കിട്ടുക. അതേപോലെ 60 to 70 ആണെങ്കിൽ സി ഗ്രേഡ് എന്നാണ് കിട്ടുക. അതേപോലെ നെക്സ്റ്റ് എന്താണ് 70 to 80 ആണെങ്കിൽ ബി ഗ്രേഡ്, പിന്നെ 80 to 90 ആണെങ്കിൽ എ ഗ്രേഡ്, 90 to 100 ആണെങ്കിൽ എ പ്ലസ് ഗ്രേഡ്. നമുക്കറിയാം ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഫ് എൽസ് ഇഫ് ലാഡർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഗ്രേഡിംഗ് സിസ്റ്റം സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. എൻ്റർ എ നമ്പർ ടു ചെക്ക് ഗ്രേഡ് എന്നാണ് നമ്മളവിടെ ചോദിക്കുക ഫസ്റ്റ്. അപ്പോൾ ആ യൂസർ 66 എന്നാണ് ഇട്ട് കൊടുത്തത് എങ്കിൽ അത് സി ഗ്രേഡാണ്. അത് നമ്മൾ കോഡ് പ്രകാരം എത്രാമത്തെ കണ്ടീഷനായിരുന്നത്? സി ഗ്രേഡ്. ഓക്കെ, 1 2 3 4 ഫോർത്ത് കണ്ടീഷനാണ് അവിടെ എക്സിക്യൂട്ട് ആയത്. അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷനെ അവിടെ എക്സിക്യൂട്ട് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളത് എക്സിക്യൂട്ട് ആയത് ഫോർത്ത് കണ്ടീഷനാണ്, സി ഗ്രേഡ്. പിന്നെ അടുത്ത് നമ്മൾ കൊടുത്തു എൻ്റർ എ നമ്പർ ടു ചെക്ക് ഗ്രേഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ -2 എന്ന് കൊടുത്തു. അതായത് 0നേക്കാൾ ചെറിയ നമ്പറാണല്ലോ -2. അപ്പോൾ അവിടെ എന്താണ് റിസൾട്ട് വരിക? റോങ് നമ്പർ. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുത്തതാണ് 0നേക്കാൾ ചെറിയ നമ്പർ അല്ലെങ്കിൽ 100നേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ റോങ് നമ്പർ ആയിരിക്കും എന്നുള്ളത്. അതാണ് ഇതിനകത്ത് റിസൾട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷേ അതിൻ്റെ ബാക്കിൽ അത്രയും കാര്യങ്ങൾ കോഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ടായിട്ടാണ് നമുക്ക് ഈ റിസൾട്ട് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇഫ് എൽസ് ഇഫ് ലാഡറാണ്. ഇഫ് എൽസ് ഇഫ് ലാഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിനകത്തുണ്ടായിരിക്കും, പക്ഷേ അതിനൊക്കെ അസോസിയേറ്റ് ചെയ്ത് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അത്രയും കണ്ടീഷൻസൊന്നും അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സൊന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ മാത്രമേ അറ്റ് എ ടൈം ട്രൂ ആവുള്ളൂ, അത് മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. നെക്സ്റ്റ് ടൈം എന്താണ് യൂസർ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഒരു കണ്ടീഷനായിരിക്കും എക്സിക്യൂട്ട് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, പക്ഷേ അറ്റ് എ ടൈം ഒന്നേ ഉണ്ടാവും എക്സിക്യൂട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്